എഞ്ചിനീയർ വളരെ മനോഹരമായിരുന്നു ആലാപനം. കവിതയാണ് ഈ കവിതയെ കുറിച്ച് എനിക്ക് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ പറയുന്നതിനധികം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കവിതയോട് തന്നെ ചോദിക്കാം. ഒരു കവിതാസമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ കവിതയ്ക്ക്. അതിന്റെ പേര് കീ ഫാക്ടർ എന്നാണ്. പിന്നെ പോയട്രി ഇൻസ്റ്റലേഷൻ ചെയ്ത ആദ്യത്തെ കവിതയാണ് നമ്മുടെ സ്വന്തം സിനി ജോൺ. സിനിയെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചോണ്ട് വരണം, എന്നാലേ സിനി പുറത്തോട്ട് വരുന്നുള്ളൂ. എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും സിനിയുടെ കവിത. അടുത്ത സിനി അത് കയ്യിലെടുക്കുന്നതായിരിക്കും. ഞാനെനിക്ക് ഒരു ഫിക്ഷൻ കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ഫിക്ഷൻ കവിതകൾ മലയാളത്തിൽ അത്ര പോപ്പുലറല്ല. ഫിക്ഷൻ കവിതകൾ സാധാരണ മലയാളത്തിൽ അത്ര പോപ്പുലറായിട്ട് കേൾക്കുമ്പോൾ ഫിക്ഷൻ കവിതകൾ വായനക്കാരെ ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് പ്രതീകാത്മകമായ പല സംഭവങ്ങളും അല്ലെങ്കിൽ ചിത്രങ്ങളും ഫിക്ഷൻ കവിതകളുടെ ഭാഗമാണ്. ഫിക്ഷൻ നോവലുകളെന്നൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഫിക്ഷൻ കവിതകൾ മലയാളത്തിൽ അത്ര പോപ്പുലറല്ല. പക്ഷെ ഇംഗ്ലീഷിൽ സാമുവൽ ടൈലറിന്റെ കുട്ട്ലാൽ ഖാൻ വളരെ പ്രസിദ്ധമായ ഒരു ഫിക്ഷൻ കവിതയാണ്. പിന്നെ അലൻ പോയുടെ റേവൻസിന്റെ കവിതയുണ്ട്. ഇതൊക്കെ വളരെ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്ഷൻ കവിത. ഞാനെൻ്റെ കവിതയിലേക്ക് വരാം. 2010 എഴുതിയിട്ടുണ്ട്. കവിതയുടെ പേര് നിസ്സഹായതയുടെ കാവൽക്കാരനായ. കുഞ്ഞുങ്ങളിൽ സ്വൈരവിഹാരം നടത്തിയിരുന്ന നഗരവീതിയിലെ നീലപ്പൂക്കൾ മാത്രം നിൽക്കുന്ന കടയിൽ ഒരു ദിവസം ഞാൻ എന്നെ വളർന്നു വെച്ചു. ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റുന്ന കാവൽ. പക്ഷേ നാട് വിട്ടുപോയ എൻ്റെ പഴയ കാവൽ തിരികെ വന്നപ്പോൾ അവസാനമായി ചേർന്നിരുന്ന ഇരുമ്പ് ബെഞ്ചിന്റെ ഓർമ്മകൾ ആ കടലിന് മുമ്പിൽ മരിച്ചു പോകുന്നതിന് മുൻപ് എനിക്ക് ദൈവത്തെ കാണണമെന്നുണ്ട് ഞാൻ പലവട്ടം അവരോട് പറഞ്ഞു. അത് നടക്കാത്ത കാര്യമെന്ന് മറ്റുള്ളവർ ചിരിച്ചിട്ടുണ്ട്. മരിച്ചു പോകുന്നതിന് മുൻപ് എനിക്ക് ദൈവത്തെ കാണണമെന്ന് പണ്ട് ഞാൻ പലവട്ടം അവരോട് പറഞ്ഞു. അത് നടക്കാത്ത കാര്യമെന്ന് അവർ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതയുടെ വരികൾ ചൊല്ലിത്തരുന്ന എന്നെ പോലെ ഉറപ്പിച്ചിരിക്കുന്ന സ്നേഹിച്ചാൽ നിസ്സഹായനാവുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നു. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതയുടെ വരികൾ ചൊല്ലിത്തരുന്ന എന്നെ പോലെ ഉറപ്പിച്ചിരിക്കുന്ന നിസ്സഹായനായ ഒരു ദൈവമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നു. ഒരു ദിവസം ഞാൻ കുതിരയിലെ ചായ കുടിച്ച് വരാന്തയിലിരിക്കുമ്പോൾ വെളുത്ത താടിയുള്ള ഒരാളെന്നെ കാണുന്നത്. ഒരു ബേസ്ബോൾ കോച്ചിനെ പോലെ സംസാരിച്ചു. അയാളുടെ പഴയ കമ്പിയുടെ ലക്ഷണങ്ങൾ എനിക്കുണ്ടെന്ന് പലവട്ടം തോന്നി. അന്ന് മഞ്ഞുകൂടി എൻ്റെ അടുക്കളത്തോട്ടം ഞാൻ അയാളെ കാണിച്ചു. പിന്നീട് ഒരിക്കൽ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അയാളെ ഞാൻ വീണ്ടും കണ്ടു. അയാളുടെ കുപ്പായമടിച്ച് മഞ്ഞുകൂനകൾക്ക് മീതെ വെച്ചിരിക്കുന്നത് ഞാൻ ആശ്ചര്യത്തോടെ. അന്ന് മഞ്ഞുമൂടിയുടെ അടുക്കളത്തോട്ടം ഞാൻ അയാളെ കാണിച്ചു. പിന്നീട് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അയാളെ ഞാൻ വീണ്ടും കണ്ടു. അയാളുടെ കുപ്പായമടിച്ച് മഞ്ഞുകൂനകൾക്ക് മീതെ വെച്ചിരിക്കുന്നത് ഞാൻ ആശ്ചര്യത്തോടെ. മരണത്തെ കാത്തിരിക്കുകയാണ് ഞാനെന്ന കാര്യം മറന്നു. ദൈവത്തെ കാട്ടിത്തരാമെന്ന് അയാളെ നമ്മൾ ഒരുമിച്ച് ബൈബിൾ വായിച്ചു.
ഫ്രേസർ നദിയിൽ വേപ്പിൾ മരങ്ങൾ മാത്രമുള്ള കാടുകളിൽ പകലിലും രണ്ട് രാത്രിയിലും അഭിജിതരായ മനുഷ്യരെ പോലെ ഉപാധികളില്ലാതെ അയാൾ എനിക്ക് അറിവുകൾ കൈമാറി. ഞാൻ കാത്തിരുന്ന മരണം പ്രായം നിഴല് നഷ്ടപ്പെട്ടു, അപ്രത്യക്ഷമായി. ഞാൻ കാത്തിരുന്ന മരണം പ്രായം നിഴല് നഷ്ടപ്പെട്ടു, അപ്രത്യക്ഷമായി. ചിലരുണ്ടായിരുന്ന എന്റെ ഓർമ്മകളിൽ ദൈവം എന്നിലേക്ക് വരുമെന്ന് അന്ന് ഞാൻ ദൈവത്തെ കാണുന്നു. അത്രയേറെ സ്വാർത്ഥമായി ശൂന്യതയുടെ അടുത്തെഴുതി വെച്ചിട്ട് ഞാൻ എന്നിലേക്ക് തിരികെ മടക്കുകയാണ്. ചിലരുണ്ടായിരുന്നതിന്റെ ഓർമ്മയില്ല ദൈവം എന്നിലേക്ക് വരുമെന്നോ അന്ന് ഞാൻ ദൈവത്തെ കാണുന്നു. അത്രയേറെ സ്വാർത്ഥമായി ശൂന്യതയുടെ അടുത്തെഴുതി വെച്ചിട്ട് ഞാൻ എന്നിലേക്ക് മടക്കുകയാണ്. ഫിക്ഷൻ കവിതകൾ വായനക്കാരെ പുതിയ ലോകത്തിലേക്ക് എടുത്തുകൊണ്ടുപോകും, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കും. അത് തുറക്കുന്ന വഴികൾ വിശാലമാണ്, ഭാവന വിശാലമാണ്. ചെല്ലാനായിട്ട് സുധച്ചേച്ചി ചെല്ലുന്ന കവിത ഇതുവരെ ഇവിടെ എംസിയായിരുന്ന ഷാഹിദയെ പറ്റി രണ്ടു വാക്കുകൂടെ പറഞ്ഞാലേ കാവ്യസന്ധ്യ പൂർണ്ണമാകും. ഷാഹിദ നമ്മുടെ മലയാളികളുടെ ഇടയിൽ കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ട്. ഒന്ന് സോജു വശിമലയിൽ ഉയൽപ്പാടുകൾ എന്നും, പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എഴുതിയ വശിമലയിൽ ആണ് ഈ കാലറിയിലെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരാള്. പിന്നെയുള്ളത് ഇപ്പൊ ഈ കവിത ചെറിയ സിനി ജോണാണ്. അതുപോലെ തന്നെ ഷാഹിദയും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത മാത്യു സക്കറിയ എന്ന പഴയ കാലത്തെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ ഇടയിൽ പുസ്തകം എഴുതി സാഹിത്യകാരനായി ലബ്ധപ്രതിഷ്ഠി നേടിയ വളരെ ചുരുക്കം ആളുകളെ നമുക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ ആദരിക്കാൻ കൂടിയാണ് കാവ്യസന്ധ്യ. നാളെ കാവ്യസന്ധ്യ നമ്മളെല്ലാവരും എഴുതുന്ന കവിതകൾ മാത്രം ചൊല്ലുന്ന ഒരു വേദിയാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേദി വെക്കുന്നത് ഇപ്പൊ പ്രവീൺ അല്ലെങ്കിൽ ഇനി കവിത ചൊല്ലാൻ പോകുന്ന ഗീതു, ഇവരൊക്കെ അവരുടെ സ്വന്തം കവിതകളാണ് എഴുതുന്നത്. മറ്റുള്ളവരുടെ കവിതകൾ ചൊല്ലുന്നത് വളരെ ആനന്ദകരമാണ്. പക്ഷേ നമ്മൾ സ്വയം ഒരു കവിത എഴുതി അത് ചൊല്ലുന്നതാണ് അതിലേറെ മഹത്തരം. അതുകൊണ്ട് തന്നെ അടുത്ത കവിത സുധച്ചേച്ചി ചൊല്ലുന്നത് ഷാഹിദയുടെ കവിതയായത് നമ്മൾക്ക് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സുധച്ചേച്ചി ദയാപൂർവം ആ കവിത ചൊല്ലാൻ തയ്യാറായി വരുന്നു. സുധച്ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം. കവിത ചൊല്ലി ശീലമൊന്നുമില്ല, എന്നാലും സാഹിത്യയുടെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്ന് കവിത ചൊല്ലാനും ഒരാളുകളെ ശ്രമിക്കുക. ഞാൻ തിരഞ്ഞെടുത്തത് ആ പുസ്തകത്തിന്റെ തലക്കെട്ട കവിതയാണ്. നിന്നിലേക്ക് എഴുതുന്ന പുഴകൾ. പറയാൻ മറന്നൊരു വാക്കായിരുന്നു നീ, കാണാതെ പോയൊരു കനവായിരുന്നു നീ. പൂത്തുവിടർന്നിട്ടും പൂമണം പെയ്തിട്ടും
ചൂടാതെ പോയൊരു പൂവായിരുന്നു നീ. ശ്രുതിയേറെ ചേർന്നിട്ടും പ്രണയം പൊഴിഞ്ഞിട്ടും മൂളാതെ പോയൊരു ഗസലായിരുന്നു നീ. ലാസ്യലാവണ്യമാർന്നിട്ടും ഭാവം പകർന്നിട്ടും ചുവടുമറന്നൊരു നൃത്തമായിരുന്നു നീ. മാനം കറുത്തിട്ടും മിന്നൽ പിറന്നിട്ടും പെയ്യാതെ പോയൊരു മഴയായിരുന്നു നീ. ഒരു ചെറുകാറ്റിന്റെ മർമ്മരം കേൾക്കവേ പതിയെ അടർന്നൊരു ദളമായിരുന്നു നീ. രാവു തീർന്നിടവേ പുലരി പിറക്കവേ രാത്തിങ്കൾ മാഞ്ഞു മറഞ്ഞു പോയേ. ഏകയായി പാടി തളർന്നൊരു രാക്കുയിൽ കേൾക്കവൻ കൊതിച്ചൊരു മറുപാറ്റായിരുന്നു നീ. ഒരു നിശ്വാസത്തിനപ്പുറം നിന്നിട്ടും തോളോട് തോൾ ചേർന്നേറെ ദൂരം നടന്നിട്ടും എന്റെ മൗനത്തിൽ നിഴലിൽ മറഞ്ഞൊരു എരിയുന്ന നോവിന്റെ കനലായിരുന്നു നീ. പ്രാണന്റെ പാതി അടർന്നു വീഴുമ്പോഴും നോവാത്ത നിറകൻ ചിരിയായിരുന്നു നീ. കടലായിരമ്പിയ പ്രളയത്തിൻ തീരത്തും മൂളാതെ പോയൊരു ഗസലായിരുന്നു നീ. കാൽഗരിയുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ ചേച്ചിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ ക്യാമ്പിൽ ചോദിച്ച് നടത്തിയപ്പോൾ ഒരു പ്രകാശനം ചെയ്തത് സുരക്ഷയായിരുന്നു. രണ്ടാമത്തെ ബുക്കാണിത്, ഇങ്ങനെയൊക്കെയുള്ള പലകൾ. എല്ലാവർക്കും കവി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചൊല്ലാൻ പോകുന്നത് നമ്മുടെ ഇവിടെ വിവരിച്ചാനാണ്. നേരത്തെ ശ്രീകുട്ടി പറഞ്ഞ ക്രേസി ആയിട്ടുള്ള ഒരാള് എന്നെ പ്രണയിച്ച കാട്ടുപൂവ് ശ്രീ രതീഷ് കെ വി എഴുതിയ കവിതയാണ് വിനയിച്ചത്. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ആന്തനം തന്നെ പാടിൻ വേദന ഇറ്റിറ്റു വീഴുമൻ കണ്ണീർ കണത്തിൽ നീ വായിച്ചെടുക്കണം. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ആന്തനം തന്നെ വരളുന്ന തേങ്ങയും തെളിയുന്ന വാക്കുകൾ ഹൃദയത്തിലും സൂക്ഷിക്കണം. വരളുന്ന തേങ്ങയിൽ തെളിയുന്ന വാക്കുകൾ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം. അകലുന്ന തേങ്ങയിൽ തെളിയുന്ന വാക്കുകൾ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം.
മൈക്ക് എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ ഇത്ര നേരം ഇതിനെ തൊടാതിരുന്നത്. ഇപ്പൊ വേറെ നിവർത്തിയില്ലാതുകൊണ്ട് കയ്യിലെടുത്തത്. അടുത്ത കവിത ചെല്ലുന്നത് ഗീതുവാണ്. ഗീതുവിന്റെ സ്വന്തം കവിതയാണ്. നേരത്തെ ഗീതു മോനും കൂടി എഴുതിയ കവിത നമ്മൾ കേട്ടിരുന്നു, മോൻ ചൊല്ലിയത് അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാത്വിക്കിന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു നേരത്തെ ഇവിടെ വന്ന് എല്ലാം അവതരിപ്പിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ഗീതു ഇപ്പോ ചൊല്ലാൻ പോകുന്ന കവിത ഇരു കാഴ്ചകൾ. ഗീതുവിന്റെ സ്വന്തം കവിതയാണത്. ഗീതു. നമസ്കാരം. സ്വന്തമായിട്ട് എഴുതിയ കവിത പാടാനായിട്ട് ആകെ കിട്ടുന്ന അവസരം കാവ്യസന്ധ്യയാണ്. അതുകൊണ്ടാണ് ചൊല്ലുന്നത്. കവിതയെ കുറിച്ച് 2 വാക്ക്. ഇരു കാഴ്ചകൾ എന്നാണ് കവിതയുടെ പേര്. നമ്മുടെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ വ്യത്യാസമായിരിക്കും. സന്തോഷമുള്ളപ്പോൾ നമ്മുടെ കാഴ്ച നന്നായിട്ട് തോന്നും, സങ്കടമുള്ളപ്പോൾ ചിലപ്പോൾ നല്ല കാഴ്ചകൾ ചിലപ്പോൾ നല്ലതല്ലാതായിട്ട് തോന്നും. ഇങ്ങനെ ഒരു തോട്ട് വന്നത് കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ അമ്മയുടെ ഒരു സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ പോയത്. അപ്പൊ ആ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇതനുസരിച്ച് നമ്മൾ കാണുന്ന ആ നാട്ടിലെ പച്ചപ്പോ മഴയോ അങ്ങനെയുള്ള നല്ല കാഴ്ചകളൊന്നും നമുക്ക് ഭംഗിയായിട്ട് ചിലപ്പോൾ തോന്നില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഒരു സമാധാനത്തിന്റെ സമയമായപ്പോഴാണ് ആ കാഴ്ചകൾക്കൊക്കെ ഭംഗിയുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഈ ഒരു കവിത എഴുതിയത്. എല്ലാവർക്കും നല്ല കാഴ്ചകൾ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കവിത നിർത്തുന്നത്. കവിതയിലേക്ക് അന്നു ഞാൻ കണ്ടൊരു കാഴ്ചകളെല്ലാം നിറം മങ്ങി പഴകിയതായിരുന്നു. ഇരുമുഖം തിരക്കും കാച്ചിലും വ്യഥകളും വേദന മാത്രം നിറഞ്ഞ ദൃശ്യം. ഇന്നു ഞാൻ കാണുന്ന ചിത്രങ്ങളെല്ലാം പ്രിയമുള്ളൊരോർമ്മകളായിരിക്കും. ഈ ജനൽ വാതിലിലൂടെ ഞാൻ കണ്ടതോ നേരത്തെ മുന്നിൽ തെളിഞ്ഞതില്ല. ശോണിമ പടരുന്നൊരാകാശം കാണവേ എൻ മനമിരുളിൽ പുതച്ചിരുന്നു. വേദന തിങ്ങിയ നെഞ്ചകവും കണ്ണുനീർ വറ്റിയ കൺതടവും ഒന്നു തൊടാനായി നീട്ടിയ കൈകളും എന്നകക്കണ്ണിൽ തെളിഞ്ഞു വന്നു. എന്നാൽ ഇന്നാകാശം തീർക്കുന്ന വർണ്ണ പ്രപഞ്ചത്തിൻ ഭംഗി ഞാൻ നോക്കി നിന്നു. ദൂരെയോരം വലമിറ്റത്തൊരുത്സവ താളത്തിൽ പൊട്ടും കദീനകളും ഘോരമാം ശബ്ദം മുഴക്കിയ നേരത്ത് തീർത്തും അസഹ്യമായി തോന്നിയതോ ഇന്നിരുൾ വീഴുമ്പോൾ മിന്നുപോയി മിന്നിത്തെളിയുന്ന ദീപങ്ങളും ആ പ്രഭാവലയത്തിൻ വശ്യതയോടെ മനസ്സും നിറയ്ക്കുന്നൊരീ നഗരം. ഉറുകുന്ന പ്രാക്കളും ചിലയ്ക്കും കിളികളും കൂട്ടൊരു മാവും പല മരക്കൂട്ടവും ഓടിക്കളിക്കുന്ന കുട്ടികളും പിന്നെ മുറ്റത്തെ ചെടികളും മഴയും കാറ്റും. നേരത്തെ എന്തേ തെളിഞ്ഞില്ല കൺമുന്നിൽ, കണ്ണീരു കെട്ടി മറഞ്ഞു പോയോ മനസ്സൊന്നാറി തണുത്തു തെളിഞ്ഞതും കണ്ണു തുറന്നു തെളിഞ്ഞതാണോ
കാഴ്ചകളൊക്കെയും അതു കണ്ട മിഴികളും അന്നുമിന്നും ഇന്നും ഒന്നു തന്നെ. എന്നാലതാസ്വദിക്കേണ്ട മനസ്സിനു ഇരു കാഴ്ചയായതു തോന്നിയതോ. എല്ലാവർക്കും നല്ലതു മാത്രം കാണാനായിടവരട്ടെ. കണ്ണുകൾ നന്മകൾ കണ്ടിടട്ടെ എന്നും മനസ്സും നിറഞ്ഞു ഭവിച്ചിടട്ടെ. കണ്ണുകൾ നന്മകൾ കണ്ടിടട്ടെ എന്നും മനസ്സും നിറഞ്ഞു ഭവിച്ചിടട്ടെ.